സോ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി എഗ് റോളാണ്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഉള്ളി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി അതും ചോപ്പ് ചെയ്തത്. ഇത്രയൊക്കെ മെയിനായിട്ട് വേണ്ടു. നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കും ഗൈസ്. നമ്മളിത് കുബൂസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഗൈസ് നമ്മൾ ഇങ്ങനെ ഇത് സ്റ്റൗവെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് കുബൂസ് എടുക്കുക. കുബൂസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം. ആദ്യം കുബൂസ് ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കുബൂസ് ചൂടാക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇടേണ്ട ഫില്ലിങ് സെറ്റ് ചെയ്യാൻ. അത് ചൂടാക്കിയിട്ട് വരാം. ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പോൾ രണ്ടും കൂടി ചൂടാക്കിയിട്ട് വരാം. നമ്മുടെ കുബൂസ് എല്ലാം ചൂടായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ എണ്ണ ഒഴിക്കാം. നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഷക്ഷുക്ക എന്ന റെസിപ്പി കണ്ടവർക്ക് മനസ്സിലാവും. ഏകദേശം സെയിം സാധനം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നാണ്. അങ്ങനെ എണ്ണ ചൂടാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എണ്ണ ഒന്ന് കുറച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കാണ്ട് സൂക്ഷിക്കുക. വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ ടപ്പ് ചെയ്യാം. നമുക്കിങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട എല്ലാം ഇടേണ്ടി വരും ഇതിനകത്ത് സ്ക്രാമ്പിൾ ചെയ്ത്. അതിനും കൂടി എല്ലാത്തിനും കൂടി ഉപ്പങ്ങ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിന് നല്ലോണം മിക്സ് ചെയ്യുക. ചെറുതായി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൗണിഷ് ആയി വരുന്നതാണ് നമുക്ക്. ബ്രൗണിഷ് ആയി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നൈസായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. കൂടെ പച്ചമുളക് ഇട്ടിടുക. എനിക്കിങ്ങനെയാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊക്കെ ചെയ്യാൻ മടിയായതുകൊണ്ട് പിന്നെ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. ഫില്ലിംഗ് എല്ലാം നമ്മുടെ ഓൺ ചോയ്സും നമ്മുടെ ഇഷ്ടം പോലെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫ്ലെയിം ഒന്ന് സ്ലിം ചെയ്യാം. അതിന് മീഡിയമിലോട്ട് മാറ്റാം. ഇത് നല്ലോണം ശരിക്കും ചിക്കൻ കൂടി ഉണ്ടെങ്കിൽ നല്ല കിട്ടുന്ന ഷവർമ ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാം, ആവശ്യത്തിന് മുളക് പൊടി ആയിരുന്നു. സ്പൈസി ആണല്ലോ. ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങോട്ട് ഓവർ ഇടേണ്ട. നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തതുകൊണ്ട് ഞാൻ അധികം ഇടേണ്ട. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മുളക് പൊടി. ഇതെന്താ, നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കൻ അതിനകത്ത് ബാക്കിയുണ്ടോ നോക്കണം. അതെ, ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ബട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ചിക്കൻ മസാല തീർന്ന്. ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല. ചിക്കൻ മസാല ഇട്ടാണ് ഗൈസ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി മെച്ചപ്പെടുക. മൊത്തത്തിൽ ഗരം മസാല ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക.
ഇതെന്താ, നമ്മൾ ഇച്ചിരി വെള്ളം ഒന്ന് ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഗൈസ്, തക്കാളി എല്ലാം കുറച്ച് വെള്ളം ഇടാൻ മതി. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങെടുക്കുക. വേണമെങ്കിൽ ലേശം മുളക് പൊടി ആവാം, ബട്ട് ഞാൻ ഇടുന്നില്ല. ഇങ്ങനെ ഇടയ്ക്ക് തുമ്മൽ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു പരിവാകുന്ന സമയത്ത് മുട്ട അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടുക. സൂക്ഷിക്കാത്തോണ്ട് വീഴരുതേ. ഇത് ഗൈസ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അങ്ങ് മിക്സ് ചെയ്തോ. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. പൊടിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. സ്ക്രാമ്പിൾ ചെയ്തിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ സ്ക്രാമ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പരിപാടി ആയിരിക്കും ചെയ്യും. നോക്കന്നെ പരമാവധി നമ്മൾ എത്രത്തോളം മുട്ട ഇങ്ങനെ ചെറുതാക്കാൻ പറ്റുമെന്നുള്ളത് അത്രത്തോളം ചെറുതാക്കാൻ ശ്രമിക്കുക ഗൈസ്. ഇതാണ് നമ്മുടെ മേജർ ഫില്ലിങ് വരുന്നത്. ആദ്യം കണ്ട ഭംഗിയില്ലെങ്കിലും നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തതിന് വെച്ച ശേഷമാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നെങ്കിൽ മുട്ട കുറച്ചും കൂടി നൈസായിരിക്കും. എനിക്ക് അങ്ങനെ ചെയ്യാൻ മടിയായതുകൊണ്ട് ചെയ്യാത്തതാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എവരി വൺസ് ചോയ്സ്. നമ്മുടെ ഫൈനൽ ഫില്ലിങ്ങിൻ്റെ ഏകദേശം അവസ്ഥ. നമുക്കിത് ഓഫ് ചെയ്യാം. അതായത് നമുക്കിനി കുബൂസിനകത്ത് ഇട്ട് മയോണീസും മറ്റേ കെച്ചപ്പെല്ലാം ഇട്ടിട്ട് റോള് സെറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് മയോണീസ് എടുക്കുക. മയോണീസ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കെച്ചപ്പ് എടുക്കുക, അതൊന്ന് സ്പ്രെഡ് ചെയ്യുക. നോർമലി ഷവർമയിലെല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളിൽ കയറിയിട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കും വലിയൊരു ഐഡിയ ഇല്ല അതെങ്ങനെയാണ് ഈ ഉള്ളിൽ കയറിയിട്ടാണല്ലോ ഫില്ലിങ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും 2 റോൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ 2ലും ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഫില്ലിങ് എടുക്കുക. ചില അബദ്ധങ്ങളെല്ലാം പറ്റാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇങ്ങനെ തെറിച്ച് വരണം. നെവർ മൈൻഡ്. നല്ല വൃത്തിക്ക് ഫില്ല് ചെയ്യുക.
ഇത് ഫില്ലിങ് കൂടിപ്പോയതാണോ ഇത് കുബൂസ് ചെറുതായി പോയോന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തത് ഗൈസ്. വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ടൊമാറ്റോ സോസോ മയോണീസോ ആഡ് ചെയ്യാം. നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വരെയൊക്കെ റോൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെ വെച്ചാൽ കഴിക്കാം കഴിച്ച്. ഇങ്ങനെയാണൊരു അറ്റ്ലീസ്റ്റ് സംഭവം ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. മോസ്റ്റ്ലി ഇങ്ങനത്തെ ഐറ്റംസ് ചെയ്യാറുള്ള സമയത്ത് പളിപ്പോറില്ല. ഇപ്പോൾ റോൾ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. നമുക്ക് പ്ലേറ്റ് ആയിട്ട് തിന്നാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും തിന്നിട്ട് പോട്ടെ. തിന്നിട്ട് പോട്ടെ. ബൈ. സോ ബൈ ഗൈസ്.